ശീലങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പ്രതിപാദിക്കാൻ ശ്രമിച്ചത്. അതിൽ ഒരു കാര്യം മാത്രമേ അതിൽ പറയാൻ സാധിച്ചുള്ളൂ, നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച്. നേരത്തെ എഴുന്നേൽക്കാനായിട്ടുള്ള ശീലം നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയം നിങ്ങൾക്ക് ഉണ്ടാകും. എൻ്റെ അനുഭവം അതാണ്. ഇനി നേരത്തെ എഴുന്നേറ്റാൽ ആദ്യം തന്നെ ഒരു പേഴ്സണൽ പ്രെയറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞാൽ കുളിയെക്കുറിച്ച് പറഞ്ഞു. കുളി കഴിഞ്ഞാൽ കുടുംബത്തിലാണെങ്കിൽ എല്ലാവരും രാവിലെ കുളിക്കണം. കുളി ഒരു ശീലമാക്കണം. രാവിലെ കുളിക്കുന്നതൊരു ശീലമാക്കണം. വേനൽക്കാലത്താണെങ്കിൽ രാത്രിയിൽ നല്ല ചൂടാണ്, ദേഹമൊക്കെ വേർത്തിട്ടുണ്ടാവും. ആ ദേഹമൊക്കെ വേർത്ത് അതിൻ്റെ ആ വേർപ്പിൻ്റെ മണം ഉണ്ടാവും. എവിടെ പോയാലും ആ മണം ഉണ്ടാവും. അപ്പോൾ അത് രാവിലെ ആ അഴുക്കെല്ലാം കഴുകിക്കളഞ്ഞ് നമ്മുടെ ബോഡി ശുദ്ധമാക്കുക. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഭാരതത്തിൽ ഒരു സിസ്റ്റമുണ്ട്, ചന്ദന ഇത് തൊടുക. അതൊക്കെ നല്ല ശീലങ്ങളിൽപ്പെട്ടതാണ്. നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അത് ഹിന്ദുസിന് മാത്രമുള്ള ഒന്നാണ് എന്നൊക്കെ. അതിനൊന്നും അല്ലാതെ അത് ചന്ദനം നല്ല കൂളായിട്ടുള്ള സാധനമാണ്, വളരെ കൂളായിട്ടുള്ള സാധനം. ആ കൂളായിട്ടുള്ള സാധനം എന്താ പ്രത്യേകത എന്നറിയാമോ? അത് ഇവിടെയാണല്ലോ നമ്മുടെ ചിന്തയുടെ കേന്ദ്രം ഇരിക്കുന്നത്, ഇവിടെയാണ്. അതിനെ എപ്പോഴും കൂളായിട്ട് സൂക്ഷിക്കും. രണ്ടാമതൊന്ന്, നല്ല വെയിലത്ത് കൂടെയൊക്കെ നമ്മൾ നടക്കുകയാണെങ്കിൽ അത് ആ പ്രകാശം അടിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. സൂര്യൻ്റെ ചൂട് അത് അടിക്കുന്നതിന് ചെറിയ ഒരു തടസ്സമായിട്ട് നിൽക്കും. ചൂട് ഏൽക്കാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് ഈ ഭാഗം. അതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി പൂർവികർ കണ്ടുപിടിച്ച ഒരു മാർഗമാണ്. വേറെ ചിലർ കുങ്കുമ ഇത് തൊടും. ഇതൊക്കെ നമ്മൾ ധരിക്കുന്നത് ഒരു ഹൈന്ദവ ആചാരമാണെന്നാണ്. വാസ്തവത്തിൽ അങ്ങനെയല്ല. ഈ കുങ്കുമത്തിൻ്റെ നിറം ചുവപ്പാണ്. ചുവപ്പിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ചുവപ്പ് റെഡ് കളറിനെ റിഫ്ലക്റ്റ് ചെയ്യും. റെഡ് കളർ എന്ന് പറയുന്നത് ഇൻഫ്രാറെഡിൻ്റെ തൊട്ടടുത്താണ്. ഇൻഫ്രാറെഡ് എന്ന് പറയുന്നത് ചൂടാണ്. ചൂടിൻ്റെ വേറൊരു പേരാണ് ഇൻഫ്രാറെഡ്. അതിൻ്റെ തൊട്ടടുത്താണ് റെഡ്. അപ്പോൾ റെഡിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന വസ്തുക്കൾ ഇൻഫ്രാറെഡിനെയും റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ചൂട് ഇവിടെ അടിച്ചാൽ ആ കുങ്കുമ പൊട്ടിൽ തൊട്ട് വന്ന് പതിച്ച് അവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യും. ബാക്കി എല്ലാ കളറുകളും അത് അബ്സോർബ് ചെയ്യും. നിങ്ങൾ നീല വെളിച്ചം അടിച്ച് നോക്കൂ, അതിനകത്തേക്ക് നീല വെളിച്ചം അടിച്ചാൽ ആ നീല വെളിച്ചം അത് അബ്സോർബ് ചെയ്യുക. ഏത് കളറാണോ അതിന് കാണുന്നത് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു, അതാണ്. അപ്പോൾ അതൊന്നും ഒരു ഹൈന്ദവ ആചാരമായിട്ട് നമ്മൾ കണക്കാക്കുകയേ വേണ്ട. ഒരിക്കലും അങ്ങനെ കണക്കാക്കേണ്ട ആവശ്യം ഇല്ല. യെസ്. അപ്പോൾ കുളി കഴിഞ്ഞ് പൊട്ടൊക്കെ തൊട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് വരെ ഞാൻ പറയും. അത് ഒരു ഹൈന്ദവ ആചാരമായിട്ട് നിങ്ങൾ കണ്ടാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അതിനോട് യോജിക്കാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ അതിനെ കാണുന്നില്ല. അതിനൊരു ശാസ്ത്രീയമായ ഒരു മാർഗമായിട്ട് മാത്രമാണ് കാണുന്നത്. എല്ലാവരും കുളി കഴിഞ്ഞ് വന്നാൽ ആ വീട്ടിലൊരു പ്രാർത്ഥന ഉണ്ടാവണം. രാവിലെ എല്ലാവരും ചേർന്ന് നിങ്ങൾ ദിവസം തുടങ്ങുകയാണ്. ഒരു ദിവസത്തിൻ്റെ തുടക്കമാണോ അവസാനമാണോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? തുടക്കമല്ലേ ഇമ്പോർട്ടൻ്റ്. നമുക്കൊരുപാട് പണികൾ ചെയ്തു തീർക്കാനുണ്ട്. നമ്മളെ മുമ്പിൽ 12 മണിക്കൂർ കിടക്കുക. ഈ 12 മണിക്കൂർ നിങ്ങൾ പ്രവർത്തന നിരതരാണ്. ഒരുപാട് പ്രവൃത്തികൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. ആ പ്രവൃത്തികളെല്ലാം ദൈവാനുഗ്രഹത്തോടു കൂടി ചെയ്യാനായിട്ട് ഒരു പ്രാർത്ഥിക്കുന്ന ശീലം ഉണ്ടാകണം. അത് വീടുകളിലായാലും വേണം, ഹോസ്റ്റലുകളിലായാലും വേണം. എൻ്റെ വീട്ടിൽ രാവിലെ പ്രാർത്ഥിക്കുന്ന സിസ്റ്റമുണ്ട്. അത് രാവിലെ പ്രാർത്ഥിക്കുന്ന സിസ്റ്റം അപ്പനും അമ്മയിൽ നിന്നും പഠിച്ചതാണ്. അത് രാവിലെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അമ്മയിൽ നിന്ന് പഠിച്ചതാണ് എന്ന്. രാവിലെ ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. കാരണം എല്ലാവരും ഒരുങ്ങുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്ത്
ഇറങ്ങും, ഓഫീസിലേക്ക് പുറത്തിറങ്ങുന്നു. അതുകൊണ്ട് എല്ലാവരും കൂടി പ്രാർത്ഥിക്കാൻ പറ്റിയെന്ന് വരില്ല. ഹോസ്റ്റലുകളിൽ ചെന്നാൽ കൃത്യം 5 മണിക്ക് ഞാൻ എൻ്റെ ഹോസ്റ്റലിൽ കുട്ടികളുടെ ഒരുമിച്ച് പ്രാർത്ഥിക്കും. 6, 7, 8 ഹോസ്റ്റലുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഒരു വാർഡനാവും അല്ലെങ്കിൽ ഞാനാവും, മക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറയും. അപ്പോൾ എല്ലാവരും സ്റ്റഡി ഹാളിൽ വന്ന് പ്രാർത്ഥിക്കാനായിട്ടൊരു പാട്ട് പാടും, ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എന്നുള്ള പാട്ട്. അത് എല്ലാ മതസ്ഥർക്കും പാടാവുന്നതാണ്, എല്ലാവർക്കും. ഞാനവരോട് ചോദിക്കും, നിങ്ങൾക്ക് വല്ല ഒബ്ജക്ഷൻ ഉണ്ടോ? അവർക്ക് ആർക്കും ഒരു ഒബ്ജക്ഷൻ ഉണ്ടാവാറില്ല. അത് കൈകൾ അടിച്ചാണ് പാടുക. അപ്പോൾ തന്നെ ഉറക്കമൊക്കെ പോകും. കുളിക്കുന്നതിനൊക്കെ മുമ്പാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. കാരണം ഒരു ഹോസ്റ്റലിൽ 100 ചില്ലാനം പേര് താമസിക്കുന്നുണ്ടാവും. 100 ചില്ലാനം പേര് കുളിയും ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരുപാട് നേരം വൈകും. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നത് എഴുന്നേറ്റ ഉടനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. എഴുന്നേറ്റ ഉടനെ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഓർക്കുന്നു, പെട്ടെന്ന് പറഞ്ഞുപോയ കാര്യമാണ്, രാവിലെ എഴുന്നേറ്റ ഉടനെ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളുണ്ടോ? ഒരുപാട് കുടുംബങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ, ഭാര്യയുടെ വീട്ടിൽ അവരുടെ അപ്പനും അമ്മയും അത് രാവിലെ എഴുന്നേറ്റ് അവർ 2 പേരും മാത്രം ജപമാല ചൊല്ലിയിരുന്നത് എനിക്കറിയാം. അവർ 2 പേരും മരിച്ചുപോയി. പക്ഷേ ഞാനൊക്കെ വിവാഹം കഴിഞ്ഞ് ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, രാവിലെ എഴുന്നേറ്റ്, അവർ നേരത്തെ എഴുന്നേൽക്കും, രാവിലെ എഴുന്നേറ്റാൽ 2 പേരും ജപമാല ചൊല്ലും. മക്കളെ ആരെയും ഒന്നും വിളിക്കാറില്ല, അവർ ചെയ്യാറ്. പക്ഷെ മക്കളെ കൂടി വിളിച്ച് ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത്, കുളിക്കുന്നതിനൊക്കെ മുമ്പ് കൈകൾ കൊട്ടി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ കൈകളിലൊക്കെ ഒരുപാട് നെർവ് എൻഡിങ്സ് ഉണ്ട്. ആ നെർവ് എൻഡിങ്സിനെല്ലാം ഉത്തേജനം കിട്ടുന്നതാണ് കൈ കൊട്ടി പ്രാർത്ഥിക്കുന്നത്. ഞാനൊരു റിസർച്ച് പേപ്പർ വായിച്ചതായിട്ട് ഓർക്കുന്നു. കൈ കൊട്ടുന്നതിന് മുമ്പ് നമ്മുടെ ബ്ലഡ് പ്രഷർ അളക്കുക. ധാരാളം ഒരു 5 മിനിറ്റൊക്കെ കൈ കൊട്ടിയതിന് ശേഷം, കൈകൾ കൊട്ടിയതിന് ശേഷം, താളത്തിൽ കൈകൾ കൊട്ടിയതിന് ശേഷം ബ്ലഡ് പ്രഷർ അളക്കുക. കുറവ് കാണും എന്നാണ്. ഇത് ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ കൈയടിച്ച് പാട്ട് പാടുന്നതിൻ്റെ ശാസ്ത്രീയ വശം ഞാൻ ഇതിൽ നിന്നാണ് മനസ്സിലാക്കിയത്. ഒരു പക്ഷേ ആ ധ്യാന കേന്ദ്രങ്ങളിൽ ഇതൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്യണതാവില്ല. നിങ്ങൾ കൈകൊട്ടി പാട്ടുപാടി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിനൊക്കെ എന്ത് സന്തോഷവും സമാധാനവുമാണ്. നിങ്ങളുടെ BP ഒക്കെ താഴ്ന്നിരിക്കും. ലോ BP എന്നല്ല ഞാൻ പറയുന്നത്, ഹൈ BP ഉണ്ടെങ്കിൽ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും അതെല്ലാം പോയിരിക്കും. കാലത്ത് തന്നെ എഴുന്നേൽക്കുമ്പോൾ 100,000 കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ എന്നുള്ള ആ വേവലാതിയും അവലാതിയും ഒക്കെ നിങ്ങളിൽ നിന്ന് പോയി കിട്ടും. അപ്പോൾ സമൂഹമായിട്ട് അത് രാവിലെ പ്രാർത്ഥിക്കുക. വീടാണ് സമൂഹമെങ്കിൽ വീട്ടിലെല്ലാവരും ചേർന്ന് രാവിലെ പ്രാർത്ഥിക്കുക. അതുപോലെ ഹോസ്റ്റലിലാണെങ്കിൽ ഹോസ്റ്റലിൽ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുക. ഇനി അവിടെ താമസിക്കാത്ത ഒരു കെട്ടിടമാണ്, 10 മണിക്ക് എല്ലാവരും വരുള്ളൂ എങ്കിൽ പോലും ആ 10 മണിക്ക് എല്ലാവരും ചേർന്ന് ജോലി തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥിക്കുന്ന ശീലം ഉണ്ടാകുന്നത് നല്ലതാണ്. മോർ തിങ്സ് ആർ റോട്ട് ബൈ പ്രയർ ദാൻ ദിസ് വേൾഡ് ഡ്രീംസ് ഓഫ്. ഈ ലോകം സ്വപ്നം കാണുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പ്രാർത്ഥന കൊണ്ട് സാധിക്കുന്നു എന്ന് ലോർഡ് ടെന്നിസൺ എന്ന് പറയുന്ന കവി പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ആരംഭിക്കുക. ഞങ്ങൾ ക്ലാസ് തുടങ്ങുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്, അതെല്ലാവരും ചേർന്നാണ്. ഞാൻ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ അധ്യാപകരോട് പറയാറുണ്ട്, നമ്മൾ ഒന്ന് പ്രാർത്ഥിക്കുക. ഞാൻ എന്തായാലും പ്രാർത്ഥിച്ചിട്ട് മാത്രമേ തുടങ്ങാറുള്ളൂ. ഓ മോസ്റ്റ് മെർസിഫുൾ ഗോഡ്, ഗ്രാന്റ് us we beseech thee ardently to desire, prudently to study, rightly to understand and perfectly to fulfill that which is pleasing to thee. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഞാൻ എൻ്റെ ക്ലാസ് തുടങ്ങുള്ളൂ. ഞാനിത് 1956 പഠിച്ചതാണ്. അന്ന് തേവര കോളേജിൽ പ്രിൻസിപ്പളായി വന്ന ഫാദർ ഫ്രാൻസിസ് സെയിൽസ്, അദ്ദേഹം അമേരിക്കയിലെ സെയിൽസ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് വന്ന ആളാണ്. അവിടെ നിന്ന് വന്ന് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രാർത്ഥനയാണ്. ഞാൻ അന്ന് മുതൽ അത് ഞങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടെ നിർബന്ധമാണ് ഈ പ്രാർത്ഥന വേണമെന്ന്. അധ്യാപകൻ പ്രാർത്ഥിക്കും, ബാക്കി കുട്ടികൾ. ഞങ്ങൾ ചെയ്യുന്നത്
എല്ലാ ക്ലാസ്സുകളും തുടങ്ങുന്നതിന് മുമ്പ്, ഒരു സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥന എല്ലാവരും ചേർന്ന് മൈക്കിലൂടെ. ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും നമ്മൾ പ്രാർത്ഥനയോടുകൂടി ചെയ്യുന്ന ഒരു ശീലം വളർത്തിയെടുക്കുക. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ദ്രോഹവും വരികയില്ല, എന്ന് മാത്രമല്ല നന്മ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ആ ശീലം വീട്ടിൽ നിന്ന് തുടങ്ങട്ടെ. പിന്നെ ഓരോരുത്തരും പഠിക്കാനായിട്ടിരുന്നു, അവരവരുടെ ജോലികളിൽ വ്യാപൃതരാവുകയാണ്. ജോലികളിൽ വ്യാപൃതരാകുമ്പോൾ അടുക്കളയിലെ എല്ലാ ജോലികളും അമ്മയ്ക്ക് മാത്രം വിട്ടുകൊടുത്ത് ബാക്കിയുള്ളവരെല്ലാവരും പഠനത്തിന് പോകുന്ന ആ രീതി നല്ലതല്ല എന്നെനിക്ക് തോന്നുന്നു. അമ്മ മാത്രം ജോലി ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ 2 മണിക്കൂർ കൊണ്ട് തീരുന്ന ജോലി വീട്ടിലെ അംഗങ്ങൾ എല്ലാവരും ചേർന്ന് മുഴുവൻ നേരം നിൽക്കണമെന്നില്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ, പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്തു നോക്കി, ചെയ്തു സഹായിച്ചു. ഒരു 10 മിനിറ്റ് നേരം അടുക്കളയിൽ അപ്പനും മക്കളും എല്ലാവരും കൂടി ചേർന്ന് ചെയ്ത് ഒന്ന് തുടങ്ങി വെച്ച് അപ്പനും മക്കളും ഒക്കെ അവരവരുടെ ജോലിയിലേക്ക് പോകുന്നതിൽ തെറ്റില്ല. ഇത് ആ അമ്മയ്ക്ക് വലിയ ഒരു ബൂസ്റ്റായിരിക്കും. എന്നെ ഒറ്റയ്ക്ക് ഈ അടുക്കളയിലെ ജോലി ചെയ്യാനായിട്ട് മറ്റുള്ളവരെല്ലാവരും വിട്ടു, ഭക്ഷണത്തിന് മാത്രം അവർ വരുന്നു എന്നൊക്കെയുള്ള ഒരു ചിന്ത ആ അമ്മയിൽ നിന്ന് പോകും. എല്ലാവരും സഹായിക്കാനുണ്ട്, എല്ലാവരും എൻ്റെ കൂടെയുണ്ട് എന്നൊക്കെയുള്ള ആ ചിന്ത ഞാൻ മുമ്പ് ചെയ്തിരുന്നു, ഇപ്പോൾ അത് ചെയ്യുന്നില്ല. ഇപ്പോൾ ചെയ്യാത്തതിൻ്റെ കാരണം ഞാനത് 5 മണിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഹോസ്റ്റലുകളൊക്കെ വന്നപ്പോഴാണ് ഈ പ്രശ്നം വന്നത്. അതിനു മുമ്പ് ഞാൻ എൻ്റെ വീട്ടിലെ ഭാര്യയെ സഹായിക്കാറുണ്ട് എല്ലാ കാര്യങ്ങളും. കാരണം ഞാൻ എല്ലാ കാര്യങ്ങളും നേരത്തെ പഠിച്ചിരുന്നു. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 3 ആൺമക്കളാണ്. അമ്മയ്ക്ക് വേറെ പെൺമക്കൾ സഹായികളായിട്ടൊന്നുമില്ല. പെൺമക്കൾക്ക് മാത്രമേ ഇത് സഹായിക്കാവൂ എന്ന് ഒരു റൂളൊന്നും ഇല്ല കേട്ടോ. പക്ഷെ അങ്ങനെയാണ് നമ്മുടെ ശീലം. അത് മാറ്റിയെടുക്കുന്നത് പതിവ്, ശീലം എന്നല്ല പതിവ്, അത് മാറ്റിയെടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പം എല്ലാ കാര്യങ്ങളിലും ഞാൻ എൻ്റെ അമ്മയെ സഹായിക്കാറുണ്ട്. അന്നൊക്കെ അടുപ്പ് കൂട്ടണം. തലേ ദിവസം കത്തിച്ച ചാരമൊക്കെ വാരിക്കളഞ്ഞ് അടുപ്പ് കൂട്ടി തീ കത്തിച്ച് അങ്ങനെ അതിനൊക്കെ സഹായിക്കാറുണ്ട്. വെള്ളം അടുപ്പത്ത് വയ്ക്കുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് പഠിച്ചിട്ടുള്ളത് കൊണ്ട് വിവാഹിതനായപ്പോൾ ഭാര്യയെ സഹായിക്കാൻ ഒരു പ്രയാസം ഉണ്ടായില്ല. കുറേ കാലത്തേക്ക് അങ്ങനെ പോയി. ഇപ്പോൾ ഞാൻ പറഞ്ഞു, കാരണം ഇതാണ്, 5 മണിക്ക് 5 മിനിറ്റ് ഉള്ളപ്പോൾ ഞാൻ എൻ്റെ ഹോസ്റ്റലിലെത്തുന്നു. അത്രയും കുട്ടികളെ നമ്മൾ ലീഡ് ചെയ്യുകയാണ്, ഗൈഡ് ചെയ്യുകയാണ്. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ജോലികളിലേക്ക് പ്രവേശിച്ചു. അമ്മയ്ക്ക് ഒരു കണ്ണ് എല്ലായിടത്തും ഉണ്ടാകണം. അത് അമ്മയുടെ ഒരു ശീലമായിരിക്കണം. അടുപ്പത്ത് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അവിടുത്തെ വെച്ച് ഒരു വിദഗ്ധയായ അമ്മയ്ക്ക് പാചകത്തെക്കുറിച്ച് എല്ലാം ബൈഹാർട്ടായിരിക്കും. എവറിത്തിങ് എല്ലാം ബൈഹാർട്ടായിരിക്കും. ഇത് വെച്ചാൽ ഇനി എപ്പോൾ നോക്കണം, എത്ര നോക്കണം. അവരുടെ കയ്യിലൊരു ഇൻബിൽറ്റ് ക്ലോക്കൊക്കെ ഉണ്ടാവും. കൃത്യമായിട്ട് അവരെല്ലാം ചെയ്തോളും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മക്കളെ ഒന്ന് ശ്രദ്ധിച്ചു. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ, പരസ്പര ശ്രദ്ധ ഉണ്ടാകുന്ന ശീലം ഒരു കുടുംബത്തെ വളർത്തിയെടുക്കുക. അതുപോലെ ജോലി കഴിഞ്ഞാൽ കഴിയുന്നത്ര വേഗത്തിൽ ഭർത്താവ് വീട്ടിലേക്ക് എത്തി ഭാര്യയെ സഹായിക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. ജോലി സ്ഥലത്ത് നിന്ന് നേരെ ക്ലബിലേക്ക് പോയി, ക്ലബിൽ സകല പണികളും കഴിഞ്ഞ് രാത്രി 4 കാലുമ്പോൾ വരുന്ന എത്രയോ പേരാണുള്ളത്. ഒക്കെ മറിച്ച് കുടുംബ ജീവിതമാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ടത്. നിങ്ങൾക്ക് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഭാര്യയെ കോണ്ടാക്റ്റ് ചെയ്യാൻ, വീട്ടിൽ വന്നു നോക്കാനായിട്ട് സാധിക്കില്ല എങ്കിൽ ഭാര്യയെ ഒന്ന് ഫോണിൽ വിളിക്കുക. മുമ്പാണെങ്കിൽ ലാൻഡ് ഫോണിൽ വിളിക്കണം. ഇപ്പോൾ ഒഴിവ് നിങ്ങളുടെ ജോലി സമയത്ത് വിളിക്കണമെന്നില്ല, അല്ലാത്ത സമയത്ത് ഇൻ്റർവെൽ ടൈമിൽ ഒന്ന് വിളിച്ചു, ഒന്ന് അന്വേഷിച്ചു. ആ കുടുംബജീവിതമൊക്കെ എന്തുമാത്രം നന്നാവുമെന്നറിയാമോ? ഒരു സ്വർഗം കുടുംബത്തിൽ തന്നെ ഉണ്ടാവും. അത് ശീലമാക്കാനാണ് ഞാൻ പറയുന്നത്. ശീലമാക്കുക. ഭാര്യയും ഭർത്താവും ഇടയ്ക്ക് ഭാര്യയ്ക്ക് ഒഴിവ് കിട്ടുമ്പോൾ ഒന്ന് വിളിച്ച് ചോദിക്കാൻ പാടുണ്ടോ, ഒരു മിസ്ഡ് കോൾ കൊടുക്കാം. ഇപ്പോഴൊക്കെ അങ്ങനെ ചെയ്യാം. ഒരു മിസ്ഡ് കോൾ കൊടുത്തു, അത് എന്താണെന്ന് ഭർത്താവിന് വേണമെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് വിളിക്കാം. അപ്പോൾ ആ ഭാര്യ ഭർത്തൃ ബന്ധമൊക്കെ അത് രാത്രിയിൽ മാത്രം വേണ്ടതായ ഒരു കാര്യമല്ല. അത് ദിവസം മുഴുവൻ പരസ്പര ബന്ധം ഉണ്ടാകണം. ഒരാൾ യാത്രയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ശീലം
ഭാര്യയ്ക്ക് ഭർത്താവിനും ഒക്കെ ഉണ്ടാകണം. അതുപോലെ പരസ്പരം പ്രാർത്ഥിച്ച് യാത്ര അയക്കുന്ന ഒരു സമ്പ്രദായം. വിദ്യാർത്ഥികളാണെങ്കിൽ അവർ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അവരെ കൊണ്ടുപോകുന്ന ശീലം. വീട്ടിൽ സ്കൂളിൽ കൊണ്ടുപോയി ആക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇന്ന് സുരക്ഷിതമായിരിക്കണം അവർ. ഇന്ന് ഒരുപാട് ഹസാർഡ്സ് കുട്ടികൾ അഭിമുഖീകരിക്കുന്നുണ്ട്. റിസ്ക് എടുക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷെ കുട്ടികൾക്ക് ചിലപ്പോൾ അവർക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാവും. എൻ്റെ അപ്പൻ ഒറ്റയ്ക്ക് പോകാൻ സമ്മതിക്കുന്നില്ല, മറ്റു കുട്ടികളൊക്കെ തോന്നിയാസത്തിന് നടക്കുന്നു, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുട്ടികളുണ്ട്. ചെറുപ്പത്തിലെ എന്നെ ഫ്രീ ആയിട്ട് വിട്ടില്ല എന്നൊക്കെ ചിന്തിക്കുന്നവർ. ആ മക്കൾ മനസ്സിലാക്കുന്നില്ല ആ അപ്പനും അമ്മയും നിങ്ങളെ പ്രത്യേകം ശ്രദ്ധിച്ചത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് എന്ന്. ഒരു വാഹനത്തിൽ ഒരു 4 or 5 കുട്ടികൾ പോകുന്നു. അപ്പോൾ ഡ്രൈവർ വിശ്വസ്തനാണെങ്കിൽ നമുക്കൊന്നും പേടിക്കാനില്ല, അവരൊക്കെ സുരക്ഷിതരാണ്. ബസ്സിൽ കയറി പോകുന്നു, അത് വളരെ ഏറെ ശ്രമകരമാണ്. സ്കൂൾ ബസ്സാണെങ്കിൽ ഓക്കെ, മറ്റ് ബസ്സുകളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. എൻ്റെ അടുത്ത് ചില കുട്ടികളൊക്കെ പറയാറുണ്ട്, സാർ ബസ്സിൽ നിന്നാണ് യാത്ര ചെയ്യുന്നത്, യാത്ര ചെയ്യുന്ന സമയത്ത് പുറകിൽ ചിലർ നിന്ന് പല വിക്രിയകളും കാണിക്കുന്നു, അതൊക്കെ സഹിച്ചിട്ടാണ് വരുന്നത്. അങ്ങനെയൊക്കെ അവർ വന്ന് ഷെയർ ചെയ്യാറുണ്ട്. മനുഷ്യർ പല വിധത്തിലുള്ള സ്വഭാവക്കാരല്ലേ. അതൊക്കെ ഒരു മാനസിക വൈകല്യമായി ഞാൻ പറയാം അവരോട്, ഒരു മാനസിക വൈകല്യമായിട്ട് കണക്കാക്കുക. അവരെ നിങ്ങൾ അധിക്ഷേപിക്കാനൊന്നും പോകണ്ട, പരസ്യപ്പെടുത്താനും പോകണ്ട. നിങ്ങൾ മാറി നിൽക്കുക, ഒഴിഞ്ഞു നിൽക്കുക. വേണമെങ്കിൽ ഒന്ന് രൂക്ഷമായിട്ടൊന്ന് നോക്കിക്കോളൂ, അത്രയും മതി. അല്ലാതെ അയാളെ ടാറടിക്കുകയോ, ഒരു മാനസിക വൈകല്യമാണത്. ഒരു മാനസിക രോഗിയെ പോലെ ആ വ്യക്തിയെ കാണുക, അത്രയും മാത്രമേ നിങ്ങൾ പ്രതികരിക്കാവൂ എന്നൊക്കെ ഞാൻ ആ കുട്ടികളോട് പറഞ്ഞ് കൊടുക്കാറുണ്ട്. എൻ്റെ വിശ്വാസത്തിൽ അത് ശരിയാണ് എന്നെനിക്ക് തോന്നുകയാണ്. ഇതൊക്കെ മാനസിക വൈകല്യങ്ങളാണ്. ലൈംഗിക മേഖലയിലായാലും കളവിൻ്റെ മേഖലയിലായാലും ഇത്തരം തെറ്റുകളൊക്കെ ചെയ്യുന്നവർ അവർ ഒരു മാനസിക രോഗികളാണ്. അവരെ നമ്മൾ അത്തരത്തിൽ വേണം നോക്കാനായിട്ട്. അവർക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടാവും, ഞാൻ ഒറ്റയ്ക്കെടുക്കപ്പെട്ടില്ല, എന്നെ ദൈവം ശിക്ഷിച്ചില്ല, ഒരു തമ്പുരാൻ രക്ഷപ്പെടുത്തി, ഇനി ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ അവർക്ക് ചിലപ്പോൾ തോന്നാനിടയുണ്ട്. അങ്ങനെ അവർ സ്വയം പിന്മാറാനുമൊക്കെ ഇടയുണ്ട്. ഒരുത്തനെ മുദ്ര കുത്തിയാൽ പിന്നെ അവനത് ചെയ്തിരിക്കും. കള്ളനാണെന്ന് മുദ്ര കുത്തിയാൽ ആ കള്ളൻ പിന്നെ കളവ് മാത്രമേ ചെയ്യുള്ളൂ. അവൻ അതുവരെ അവൻ്റെ ഒരു ഉപതൊഴിലായിരുന്നെങ്കിൽ അവനത് അവൻ്റെ ഒരു തൊഴിലാക്കി മാറ്റും. മുദ്ര കുത്തുന്നത് എപ്പോഴും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യല്ല, അത് ചെയ്യാൻ പാടില്ല ഒരിക്കലും. അവനെ മനസ്സിലാക്കി കൊടുക്കുകയും അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യുക, അത് വളരെ മാന്യമായ രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്ന മാർഗം. അങ്ങനെ രീതികൾ. സ്കൂളിൽ കുട്ടികൾ പോയി കഴിഞ്ഞാൽ സ്കൂൾ കുട്ടികളോട് അല്പനേരം സംസാരിക്കട്ടെ. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നടക്കുന്ന, ഓടിച്ചാടി നടക്കുന്നവരും ഒരു ലക്കും ലഗാനും ഇല്ലാതാണ് ഓട്ടവും ചാട്ടവും. പലരും കൂട്ടിയിടിച്ച് അല്ലെങ്കിൽ നിലത്ത് വീണ് അപകടങ്ങൾ പറ്റി ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട എത്ര അവസരങ്ങളാണെന്നറിയാമോ? അതുകൊണ്ട് ഞാൻ കുട്ടികളോട് പലപ്പോഴും ഉപദേശിക്കാറുണ്ട്, നിങ്ങൾ കളിക്കുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്യൂ, പക്ഷേ അതിനൊരു മിതത്വം പാലിക്കൂ. മിതത്വം പാലിക്കുക, എല്ലാ കാര്യങ്ങളിലും മിതത്വം പാലിക്കുക. നിങ്ങളെപ്പോലെ തന്നെ വേറെയും കുട്ടികൾ ഉണ്ട്. അവരിൽ ചിലർ പഠിക്കണമെന്ന് ആഗ്രഹം വെച്ചിട്ടുണ്ടാവും, വീട്ടിൽ പഠിക്കാൻ നേരം കിട്ടിയില്ല, അവിടെ പല ജോലികളുണ്ടാവാം, അല്ലെങ്കിൽ വീട്ടിൽ ആർക്കെങ്കിലും അസുഖം ഉണ്ടായി, ഇന്ന് പാചകം ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ വേറെ വഴിക്ക് പോയിട്ട് വരേണ്ടി വന്നു, ഇന്നത്തെ പാഠം പഠിച്ചിട്ടില്ല, എനിക്ക് ഇവിടെ വന്നതിന് ശേഷം എന്നാൽ വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് പോരാൻ പറ്റുമോ? ഇല്ല, കാരണം ബസ് പുറപ്പെടുന്ന സമയം കൃത്യമാണ്, ആ സമയത്തിന് തന്നെ പോരണം. ഇവിടെ വന്ന് ചിലപ്പോൾ അരമണിക്കൂർ ഒഴിവുണ്ടാവും. ഈ അരമണിക്കൂർ ഒഴിവുള്ള സമയം എനിക്കൊന്ന് വായിക്കാൻ, അന്നത്തെ പാഠം ഒന്ന് വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതിനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കണം. ഇതൊക്കെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത്. അത് മറ്റുള്ളവരെ ശല്യപ്പെടുത്താതിരിക്കുക, അത് ഒരു ശീലമാക്കി മാറ്റണം.
ഞാൻ മൂലം ഒരു കാരണവശാലും വേറൊരാൾക്ക് ഒരു ദ്രോഹം ഉണ്ടാവുകയില്ല. നന്മ ഒന്നും എനിക്ക് നന്മ ചെയ്യാൻ പറ്റുന്നത് ഒരു ശീലമാക്കണം. നല്ലതാണത്, വളരെ നല്ല കാര്യമാണ്, ദി ബെസ്റ്റ്. ഇനി എനിക്കതിന് പറ്റിയില്ല, എല്ലായ്പ്പോഴും പറ്റിയില്ല, അങ്ങനെ വരാം. പക്ഷെ ഒരു കാരണവശാലും നമ്മൾ ഒരിക്കലും മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറാൻ പാടില്ല. നമ്മൾ ഒരാൾക്കും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി കൊടുക്കാൻ പാടില്ല. പോസിറ്റീവ് ഊർജം മാത്രമേ കൊടുക്കാവൂ. നമ്മളുടെ വാക്കുകൾ, നമ്മുടെ നോട്ടം, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ പെരുമാറ്റം എല്ലാം തന്നെ പോസിറ്റീവ് ഊർജം കൊടുക്കുന്നതായിരിക്കണം. നമ്മളിൽ തന്നെ പോസിറ്റീവ് തിങ്കിങ് ഉണ്ടാക്കണം. അതൊരു ശീലമാക്കി മാറ്റണം. പോസിറ്റീവ് തിങ്കിങ്. ഞാൻ നെഗറ്റീവായിട്ട് ഒരിക്കലും ചിന്തിക്കില്ല. നമ്മളിലേക്ക് നെഗറ്റീവ് ചിന്തകൾ ചിലപ്പോഴൊക്കെ വരും. അതങ്ങനെ സംഭവിച്ചാലോ ഇങ്ങനെ സംഭവിച്ചാലോ എന്നൊക്കെ, അതിൻ്റെ അരുതാത്തത് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ പരീക്ഷയിൽ ഞാൻ തോറ്റുപോയാലോ, എനിക്ക് ഇന്ന് മാഷ് ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടിയില്ലെങ്കിലോ, അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. അതൊക്കെ നെഗറ്റീവ് ചിന്തകളാണ്. ഇന്ന് മാഷ് ചോദിക്കുമ്പോൾ എനിക്ക് ഉത്തരം കിട്ടും, ഇന്ന് പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടും, എല്ലാത്തിനും എനിക്ക് ഉത്തരം എഴുതാൻ പറ്റും, അങ്ങനെ മാത്രമേ നമ്മൾ ചിന്തിക്കാൻ പാടുള്ളൂ. വേറൊരു കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്താൽ തന്നെ അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള വശം കാണാനായിട്ട് ശ്രമിക്കുക. നമ്മളിൽ പലരും എപ്പോഴും ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി എന്തെങ്കിലും ചെയ്തു, അതിൻ്റെ നെഗറ്റീവ് വശമാണ് നമ്മൾ കാണുക. ഒരു കുട്ടി ഒരു പക്ഷേ ഒരു അധ്യാപകനോട് ഒരു സംശയം ചോദിച്ചതാവാം. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം, ആ മാഷിനെ അവൻ മണിയടിച്ചു. മണിയടിക്കുക എന്ന് പറയുന്നത് ഒരു പഴയ പ്രയോഗമാണ്. ഇന്ന് ആ പ്രയോഗം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മാഷെ ഒന്ന് പ്രീതിപ്പെടുത്തി, മാഷയുടെ നല്ല പുസ്തകങ്ങളിലായിരിക്കാൻ, ഗുഡ് ബുക്സ് ആയിരിക്കാനായിട്ട് ഒരു ശ്രമം നടത്തി എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും. അങ്ങനെയല്ല, ആ കുട്ടി എന്തോ സംശയം ഉണ്ടായിരുന്നു, ചോദിച്ചു, എനിക്കുമാകാമല്ലോ, അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അവന് മാത്രമല്ലല്ലോ, എനിക്കുമാകാമായിരുന്നു, പിന്നെ എന്തുകൊണ്ട് ഞാൻ പോയില്ല? അപ്പോൾ എൻ്റെ ഭാഗത്തല്ലേ തെറ്റ്, ആ കുട്ടിയുടെ ഭാഗത്ത് ഞാൻ എന്തിനു തെറ്റ് കാണണം? ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ പോസിറ്റീവായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഈ ചില കുട്ടികളോട് ചില അധ്യാപകർ കൂടുതൽ മമത കാണിക്കും. അത് ചിലപ്പോൾ പഠിക്കുന്നത് കൊണ്ടാവാം, ചിലപ്പോൾ അവൻ്റെ വീക്ക്നെസ് അറിയുന്നത് കൊണ്ടാവാം. പലപ്പോഴും കുട്ടികൾ അത് മോശമായ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യും. വാസ്തവത്തിൽ എന്താണെന്നറിയാമോ? ആ കുട്ടികൾ ആ അധ്യാപകൻ്റെ സ്നേഹം കൂടുതൽ നുകർന്നെടുക്കാൻ കഴിവുള്ളവരാണ്. അധ്യാപകൻ എല്ലാവർക്കും സ്നേഹം കൊടുക്കാൻ തയ്യാറുള്ളവനായിരിക്കും, അല്ലെങ്കിൽ അയാൾ അധ്യാപകനല്ല. ഒരിക്കൽ കൂടി പറയട്ടെ, എല്ലാവർക്കും ഒരുപോലെ സ്നേഹം കൊടുക്കാൻ കഴിയുന്നവനാണ് അധ്യാപകൻ, അങ്ങനെ തയ്യാറുള്ളവനാണ് അധ്യാപകൻ. പക്ഷെ ചിലർക്ക് കൂടുതൽ സ്നേഹം കൊടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിപ്പോകും. അത് കാരണം അവർ ആ സ്നേഹം നുകർന്നെടുക്കുന്നത്, റിസീവ്. ഈ ട്രാൻസ്മിഷനിൽ രണ്ട് ഭാഗമുണ്ട്. ഒന്ന് ട്രാൻസ്മിഷൻ, കമ്മ്യൂണിക്കേഷനിൽ രണ്ട് ഭാഗമുണ്ട്. ഒന്ന് ട്രാൻസ്മിഷൻ, രണ്ട് റിസപ്ഷൻ. ഈ റിസപ്ഷൻ ഇല്ലാത്തവിടത്തേക്ക് എത്ര നല്ല ട്രാൻസ്മിഷൻ കൊടുത്താലും കാര്യമില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ പറയും, ഇങ്ങനെ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് യോഹന്നാൻ യേശുവിൻ്റെ വക്ഷസ്സിൽ ചാരിക്കിടന്നുകൊണ്ട് സംസാരിച്ചിരുന്നത് ഓർമ്മ വരിക. എവിടെയോ വിശുദ്ധ ഗ്രന്ഥത്തിൽ വിവരിച്ചിട്ടുണ്ട് യേശു സ്നേഹിച്ച ആ ശിഷ്യനെ കുറിച്ച്. യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല ആ ഭാഗം. യേശു എല്ലാവരും ഒരുപോലെ സ്നേഹിച്ചു. പിന്നെ എന്താ, യോഹന്നാൻ ആ സ്നേഹം കൂടുതൽ നുകർന്നെടുത്തു. അങ്ങനെ ചില കുട്ടികളുണ്ട് റിസീവിങ്. നമ്മുടെ ഭാഗത്ത് റിസപ്ഷൻ കുറവായതുകൊണ്ടാണ് എന്നെ അധ്യാപകൻ കൂടുതൽ സ്നേഹിക്കാത്തതുപോലെ നമുക്ക് തോന്നുന്നത് എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ആ അധ്യാപകനോട് ദേഷ്യമോ ആ കുട്ടിയോട് അസൂയയോ ഒന്നും ഉണ്ടാവില്ല. ഇത് പലപ്പോഴും അങ്ങനെ. പിന്നെ മാത്രമല്ല, അധ്യാപകനോടുള്ള ദേഷ്യത്തിന് ആ കുട്ടിയെയും ആ അധ്യാപകനെയും കുറിച്ച് വേണ്ടാത്തതൊക്കെ പറഞ്ഞുണ്ടാക്കുകയും ചെയ്യും. ഇതൊക്കെ നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മളെപ്പോഴും നല്ലത് മാത്രം, ഏത് ഒരു കൂട്ടുകെട്ട് കണ്ടാലും ആ നല്ലത് മാത്രം അതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്.
നല്ല ശീലങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരികയായിരുന്നു. രണ്ടാമത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ടും അത് തീർന്നിട്ടില്ല. വീണ്ടും 3-4 എപ്പിസോഡുകൾ ഒരു പക്ഷേ നല്ല ശീലങ്ങളെക്കുറിച്ച് മാത്രം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ സമയമായതുകൊണ്ട് ഇപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു.